പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു സാധുവായ മനുഷ്യനെ കണ്ടു. ദൈവഭയമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം എൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. എന്താണ് കാര്യം, എന്താണ് ഇത്ര വലിയ വേദന? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു ദർശനം കാണുകയാണ്. വരാൻ പോകുന്ന സിനഡിലെ സംഭവങ്ങൾ ചോദിച്ച് അതെന്നാ സംഭവമാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണുന്ന ദർശനമാണ്, അല്ലാതെ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടതല്ല. ഞാൻ കണ്ണ് തുറന്ന് ബോധത്തോടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ദർശനമാണ്. അപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ചോദിച്ച് എന്താണ് കണ്ടത്, പറ. അദ്ദേഹം എന്നോട് പറയുകയാണ്, പിതാക്കന്മാരെല്ലാം കൂടി വട്ടം ഇരിക്കുന്നു. കത്തോലിക്ക സഭയുടെ പിതാക്കന്മാരുടെ സിനഡ് കൂടിയിരിക്കുക. സിനഡിൽ എല്ലാ പിതാക്കന്മാരും ഇരിപ്പുണ്ട്. അവർക്ക് മധ്യേ ഒരു കറുത്ത രൂപം മുകളിൽ നിന്നിറങ്ങി വരുന്നു. എല്ലാവരുടെയും തൊപ്പിയിൽ കറുത്ത പെയിൻ്റ് അടിക്കുന്നു. അതിനുശേഷം അല്പം കഴിഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തൊപ്പിയിൽ മനോഹരമായി കറുത്ത പെയിൻ്റ് അടിച്ചു. ഇത് കാണുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ വിഷമിച്ചു. ഞാൻ ഈ ദർശനം കാണേണ്ട കാര്യമെന്നെ, എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്താണ് ഇങ്ങനെയൊക്കെ കാണുന്നത്? അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായൊരു സത്യം, പിതാക്കന്മാരുടെ നിശബ്ദതയാണ് ഈ മഹാപാപങ്ങൾക്ക് കാരണം. പിതാക്കന്മാരുടെ നിശബ്ദതയാണ് ഈ മഹാപാപങ്ങൾക്ക് കാരണം. അതിനുശേഷം പിന്നെ ആ ദർശനത്തിൻ്റെ തുടർച്ച ഇതാണ്, മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും പാമ്പ്ലാനി പിതാവിൻ്റെയും കുപ്പായം മുഴുവൻ, അവരുടെ തൊപ്പി മാത്രമല്ല കുപ്പായം മുഴുവൻ കരി അങ്ങനെ ഒഴുകിയിറങ്ങി. പിന്നെ അവരെ കാണുന്നത് കറുത്ത കുപ്പായത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, അത് സാധാരണ പിതാക്കന്മാർ മിക്കവാറുമൊക്കെ കറുത്ത കുപ്പായം ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതല്ല, ഇതൊരു പ്രത്യേക കറുപ്പുള്ള കുപ്പായമാണ്. പിന്നെ ഈ രണ്ട് പിതാക്കന്മാർ മാത്രം ഇട്ടത്. ആ പിതാക്കന്മാർ ആ കുപ്പായമിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കറുത്ത രൂപങ്ങൾ അവരുടെ അടുത്തേക്ക് വരികയാണ്. ഇതവർ കണ്ടിട്ടും അവർക്ക് ഭയമൊന്നുമില്ല. അതിനുശേഷം ഈ വന്നു കൂടിയ കുറേ കരിമ്പൂതം പോലുള്ള ജീവി തെളിവരോട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതാണ് ഞാൻ കണ്ടത്, എന്താണ് ഇതിനെപ്പറ്റി പറയേണ്ടത്? ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഈ പിതാക്കന്മാരുടെ നിശബ്ദതയും അതുവഴിയായി സാത്താൻ്റെ കരങ്ങളിൽ പിടിക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനി പിതാവും അവരോട് ചേർന്ന് നിൽക്കുന്ന കുറേ ദുർമൂർത്തികളെന്ന് നമ്മൾ പറയുന്ന കുറേ അന്ധകാരത്തിൻ്റെ ശക്തികൾ. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പിതാവിനോട് സംരക്ഷണം ചോദിച്ചു കൊള്ളാനായിട്ട് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ഒറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ. ആ പ്രാർത്ഥന ഇതാണ്, ദുഷ്ടാരൂപിയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പ്രലോഭനത്തിൽ വീഴാതെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തേത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അപ്പോൾ പ്രലോഭകനും ഇവിടെയുണ്ട്, ദുഷ്ടാരൂപിയും ഇവിടെയുണ്ട്. ഇവയിൽ വീഴാതെ കാത്തുകൊള്ളണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എൻ്റെ സകല വിശ്വാസികളെ നിങ്ങളോട് പറയുകയാണ്, ഈ അന്ധകാരത്തിൻ്റെ ശക്തി ആഞ്ഞടിക്കുമ്പോൾ ഭയപ്പെടുക ഒന്നും വേണ്ട. കർത്താവിനോട് പ്രാർത്ഥിക്കുക, പിതാവിനോട് പ്രാർത്ഥിക്കുക, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെയും യേശുവിൻ്റെ സഭയെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന സ്വർഗം കേൾക്കും. ആകാശം തുടർന്ന് ദൈവസന്നിധിയിലെത്തുന്ന എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഒരിക്കലും ഇത് അവസാനിക്കുന്നത് പരാജയത്തിലായിരിക്കില്ല.
ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ വലിയ മഹത്വം ഞാനും നിങ്ങളുമൊക്കെ കാണും. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണും. വരുംകാല തലമുറ നശിക്കുന്നതിൽ നിന്നും കർത്താവ് ഇടപെട്ട് രക്ഷിക്കും. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. പിതാക്കന്മാർക്ക് അയച്ചു കൊടുക്കണേ. ആരെങ്കിലുമൊക്കെ പിതാക്കന്മാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണമേ.